ഹലോ ചങ്ങായിമാരെന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ നമ്മൾ റമദാനും കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു. പതിവ് പോലെ വീണ്ടും നമ്മളെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഇത്രയും ദിവസം റമദാൻ നമ്മൾ പണികൾ ഉണ്ടായിരുന്നെങ്കിൽ ലേശം ചവിട്ടി പിടിച്ച പണികൾ വലിയ ജഗപകയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങനെ അങ്ങനെ ഒപ്പിച്ച് പണിക്കാരെ പണിക്കൂലി അങ്ങനെ ഒപ്പിച്ച് പോലെ ഇനി നമ്മളെ ലാഭവും നഷ്ടങ്ങളും നമ്മൾ അങ്ങനെ കൂട്ടിയില്ലേ ഇനി, കാരണം റമദാനല്ലേ. അതുകൊണ്ട് പണികൾ നടക്കട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇനി അപ്പം അങ്ങനെ ഒപ്പിച്ച് പോയത് ഇനി ഇപ്പോൾ വീണ്ടും അൽഹംദുലില്ലാ വീണ്ടും നമ്മളെ പരിപാടികളൊക്കെ തുടങ്ങി. ഇനി റമദാൻ നമ്മൾ നഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കണം, അതിൻ്റെ ഒരു പരിപാടിയിലാണ് നമ്മൾ. ഈ ഒരു മാസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു മാസം നമ്മൾ പണിക്കാരെ കൂലിയൊക്കെ കണക്കൊണ്ട് നല്ലൊരു കൂലിയായിട്ട് വരുമല്ലോ. അതുപോലെ നമുക്ക് സ്പീഡാക്കാനും ഒന്നും പറയാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ചവിട്ടി പിടിച്ച് ഏകദേശം നമ്മൾ അൽഹംദുലില്ലാ റമദാനാണ് തീർത്ത്. ഇനിയിപ്പോൾ 2 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ തട്ടടി അടിച്ച് തീർന്നത്. 850 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് 4 ആൾ ഒരു ദിവസം വന്ന് അടിച്ചു, പിറ്റേ ദിവസം 4 ആൾ വന്ന് കമ്പി കെട്ടി തീർത്ത്. ഓക്കെ, ഇതാണ് വർക്ക്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചില സ്ഥലത്ത് നമ്മൾ വീഡിയോ ഒക്കെ വിടുന്ന സമയത്ത് ഓരോരുത്തർ പറഞ്ഞാൽ അതൊന്നും നടക്കൂലുള്ള ഓരോ കാഴ്ചപ്പാടാണ് ഓരോരുത്തർക്ക് ഉണ്ടായാൽ. ചില വീഡിയോയിൽ കമൻറ്റ് വരും 8 ആൾ കൊണ്ടൊന്നും ഈ വർക്ക് എത്തിയില്ല. എന്താണ് കുണ്ടന്മാർ സന്തോഷം, ഫുള്ള് റെസ്റ്റാണ്. ഈ സുഖം എവിടെ കിട്ടുക? പണിക്കാർ നമ്മൾ പറത്തിച്ചാൽ പോലും പണിക്കാർ നമ്മൾ ഇട്ടെറിഞ്ഞ് പോകില്ല, അത്രയ്ക്ക് സുഖമാണ്. പരിപാടി ഭയങ്കര വെയിലാണ്. ഇപ്പോൾ ഈ വൈകുന്നേരം സമയത്ത് മഴ വരുന്നത് കൊണ്ട് ഭയങ്കര ചൂടാണ്, വെയിലിന് ഭയങ്കര കടുപ്പാണ്. പക്ഷേ ഈ പണീൻ്റെ സമയത്തുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര മഴയും എത്ര വെയിലായാലും പ്രശ്നമില്ല, നമുക്കത് അറിയാൻ കഴിയില്ല. നമ്മളങ്ങനെ തമാശയും കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ പണിയെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പണി നമ്മളൊരു പണിയായിട്ട് കാണരുത്, അത് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പണിയെടുക്കുക, അതൊക്കെ രസമാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ അറിയില്ല. മറ്റേ നമ്മളെന്താ ഇതൊരു പണി വലിയൊരു സംഭവമാക്കി ഇങ്ങോട്ട് ഇത് സെൻട്രിങ്ങിൻ്റെ പണി വലിയൊരു സംഭവമാണ്, ഇത് എങ്ങനെ അടിക്കുക എന്താ ചെയ്യുക ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ വലിയ തലവേദനയായിട്ട് മാറും. അത് നമ്മൾ ചിന്തിക്കാതെ അത് പല നമ്മൾ സൈറ്റിൽ നിന്ന് പല കാര്യങ്ങളും പല കഥകളും ചർച്ച ചെയ്ത് നിങ്ങൾ വർക്കുകൾ ചെയ്യുന്ന സമയത്ത് വർക്കുകളും പെട്ടെന്ന് നീങ്ങും ചെയ്യും, നമുക്കാർക്കും ടെൻഷനും ഉണ്ടാവില്ല, ചടപ്പും ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഏകദേശം നമ്മൾ വർക്കുകൾ ഫുള്ള് കഴിഞ്ഞ് ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് സെൻട്രിങ്ങിൻ്റെ പണി തീർത്ത്, സാധനം കൊണ്ടുവന്ന് സെൻട്രിങ്ങിൻ്റെ പണി തീർത്ത്. പക്ഷേ ഇതിങ്ങനെ സെൻട്രിങ്ങിൻ്റെ വർക്ക് തീർക്കുന്നത് വലിയ സംഭവമൊന്നുമല്ല, ഈ 4 ദിവസം കൊണ്ട് തീർക്കാൻ വലിയ സംഭവമൊന്നുമല്ല. ഇവിടെ ഫുള്ള് കണ്ട് നമ്മൾ ഡബിൾ ലെയറാണ് കിട്ടിയത്, കണ്ടോ ഫുള്ള് ഡബിൾ ലെയറാണ് കമ്പി കെട്ടിയത്. ഈ ഡബിൾ ലെയർ കമ്പി കെട്ടുന്നതിനുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് ഇടുന്ന സമയത്ത് അതിന് നമ്മൾ എന്ത് ചെയ്യണം, നല്ല പൊന്തിച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ബെഞ്ച് ഉണ്ടാക്കി വെക്കണം, ചെറിയ റിങ് അടിച്ചിട്ട്, അപ്പോൾ അതിൽ കാര്യമുള്ളൂ. അത് നമ്മളെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബെഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബെൻഡായി പോകും. ഇതിൽ ആൾക്കാർ നടക്കുന്ന സമയം കോൺക്രീറ്റ് നടക്കുന്ന സമയത്ത് അത് ബെൻഡായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൈ കൊണ്ട് മെല്ലെ ഒന്ന് പൊന്തിച്ച് കൊടുത്താൽ മതി. അപ്പം തന്നെ രണ്ട് രീതിയിൽ ഡബിൾ ലെയർ ആയിട്ട് കിടക്കും, രണ്ടായിട്ട് തന്നെ കിടക്കും. അതാണ് നമ്മൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പി സംബന്ധിച്ച് നമ്മൾ ക്രാങ്ക് ചെയ്യുന്നതിനേക്കാളും ബൂത്ത് വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറഞ്ഞ കമ്പി മതി ഈ ഡബിൾ ലെയറും കാര്യങ്ങളും കെട്ടാൻ. അതൊക്കെയാണ് അതിൻ്റെ മാറ്റങ്ങൾ. അപ്പോൾ അൽഹംദുലില്ലാ ഇവിടെ ഏകദേശം പണി നമ്മൾ അടുത്ത സൈറ്റിലേക്ക് പോവാണ്. അടുത്ത സൈറ്റിലേക്ക് നമ്മൾ ചെറിയൊരു ബാത്റൂം അടിക്കേണ്ട. അപ്പോൾ ഇന്ന് സാധനം നമ്മൾ കയറ്റി അവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നാളെ പണിക്കൊക്കെ എന്ത് ചെയ്യുക, അവിടെ പണിയെടുക്കാം. അതാണ് അതിൻ്റെ കണ്ടീഷൻ. നമുക്ക് അവിടെ ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള ഇവിടെ നിന്ന് പിറ്റേ ദിവസം കോൺക്രീറ്റ് ചെയ്യാം. എന്നാൽ രാവിലെ നമ്മൾ ഇതിൻ്റെ വെയ്ത്തളം നടക്കേണ്ടിയില്ല. അപ്പോൾ നമ്മളെല്ലാ സാധനവും വണ്ടി ജീപ്പിൽ കയറ്റി അടുത്ത സൈറ്റ് പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ ചില ആൾക്കാർ പറയും ഇത് തീരുലാനുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവും. ഒരു പ്രശ്നമില്ല, പണികളൊക്കെ പെട്ടെന്ന് തീരും. നമ്മൾ ആ രീതിയിൽ പണിയെടുത്തിട്ടുണ്ടല്ലോ, പെട്ടെന്ന് പണികൾ തീരും. ഇപ്പോഴത്തെ കാലത്ത് പണികൾ നമ്മൾ തീർക്കണം, അപ്പോൾ നമുക്ക് കാര്യമുള്ളൂ. അല്ലാണ്ട് പണി ഇങ്ങനെ വെൽപ്പിച്ച് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. കാരണം സ്പാന് ഷീറ്റ് പണിയെടുക്കണോന് പണിയെടുത്ത് പെട്ടെന്ന് തീർക്കാൻ നല്ലൊരു സുഖമാണ്. തിരിഞ്ഞ് കളിക്കണം, അങ്ങനെ ആയത് കഴിഞ്ഞാൽ വരെ തിരിഞ്ഞ് കളിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. എൻ്റെ ജുനൈദ് മോനൊക്കെ എന്തോ ഒരു ആവേശം അറിയാം സാധനം എടുത്ത് കൊണ്ടുവരാൻ, ഐസ് അല്ല തീയതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ. ഓക്കെ, അൽഹംദുലില്ലാ ഇവിടുത്തെ പരിപാടി ഏതായാലും കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത സൈറ്റിലേക്ക് സാധനം കയറ്റി പോവാണ്. ഓക്കെ, അപ്പം വീണ്ടും പുതിയ വീഡിയോ നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.